BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. മന്ത്രിമാരായ സണ്ണി ജോസഫിന്റെയും ബിന്ദു കൃഷ്ണയുടെയും പേഴ്സണൽ സ്റ്റാഫിലെ നിയമനങ്ങൾ ചൊല്ലിയുള്ള വിവാദങ്ങൾ തൽക്കാലത്തേക്ക് കെട്ടടങ്ങുകയാണ്. ഇരു വിവാദങ്ങളിലും ആദ്യം ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന ചർച്ചകളാണ് ഇപ്പോൾ കോൺഗ്രസിലുള്ളത്. ഇക്കാര്യം ശരിവെക്കുന്ന രീതിയിൽ മന്ത്രി സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പ്രതികരണവുമായി രംഗത്തെത്തുകയും മന്ത്രി കെ മുരളീധരൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾക്ക് വിശദീകരണം നൽകിയെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ്. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയും സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവുമായ ബെന്നി തോമസിനെ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതിനെ ചൊല്ലിയായിരുന്നു വിവാദം. ബെന്നിയുടെ നിയമനം സഹോദരിയുടെ ഭർത്താവ് എന്ന മാനദണ്ഡത്തിനല്ലെന്നും അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തകനാണെന്നും KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് ഇന്നലെ പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ തന്റെ ചീഫ് ഏജന്റായി പ്രവർത്തിച്ചയാളാണ് ബെന്നി തോമസ്. DCC പ്രസിഡന്റ് ശുപാർശ ചെയ്തതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ നിയമനം. മാതൃകാ പൊതുപ്രവർത്തകനായ ബെന്നി തോമസിന്റെ നിയമനത്തിൽ നിയമപരമായ തടസ്സങ്ങളില്ല. കാപട്യമില്ലാത്തതുകൊണ്ടും മറ്റും എവിടെയെങ്കിലും നിയമിക്കാതെ നേരിട്ട് തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയത്. പഞ്ചായത്ത് അംഗമായി ഉൾപ്പെടെ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചയാളാണ് ബെന്നി തോമസ് എന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നു. അതേസമയം സണ്ണി ജോസഫിന്റെ ബന്ധുവാണെങ്കിലും അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നുവെന്നും രാഷ്ട്രീയ പാരമ്പര്യമുണ്ടെന്നുമുള്ള പ്രതികരണവുമായി മന്ത്രി കെ മുരളീധരനും രംഗത്തെത്തി. LDF സർക്കാരിൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ PA മുഹമ്മദ് റിയാസ് മന്ത്രിയായതിൽ അപാകതയില്ലായിരുന്നല്ലോ എന്ന മറുചോദ്യവും മുരളീധരൻ ഉന്നയിച്ചു. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാൻ ശുപാർശ ചെയ്ത ശരത് ചന്ദ്രന് BJP ബന്ധമുണ്ടോയെന്ന് പ്രാദേശികമായി ലഭിച്ച പരാതി വ്യാജമാണെന്നും കോൺഗ്രസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. KC വേണുഗോപാൽ ആലപ്പുഴ MLA ആയിരുന്നപ്പോഴും സംസ്ഥാനത്ത് മന്ത്രിയായി ഇരുന്നപ്പോഴും പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു ശരത് ചന്ദ്രൻ. നിലവിൽ സെക്രട്ടേറിയറ്റിൽ സ്പെഷ്യൽ സെക്രട്ടറിയായ ശരത്ചന്ദ്രൻ കുടുംബം കോൺഗ്രസ് അനുകൂല സെക്രട്ടേറിയറ്റ് അസോസിയേഷനിലെ സജീവ അംഗമാണെന്നും അദ്ദേഹത്തിൻ്റെത് കോൺഗ്രസ് കുടുംബമാണെന്നും വെമ്പായം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി KPCC ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതോടെ ഇദ്ദേഹത്തിന്റെ നിയമനത്തിനുള്ള തടസ്സങ്ങളും നീങ്ങിയെന്നാണ് സൂചന. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.